സാധാരണ ഒരു വീട് റെനോവേറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു വില്ല റെനോവേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവില്ല. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈൻ കാണിച്ചു തരുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വെൽക്കം ടു TJ കൺസ്ട്രക്ഷൻസ് യൂട്യൂബ് ചാനൽ. ഈ ഒരു വില്ല സ്ഥിതി ചെയ്തത് കരകുളത്താണ്. രാജീവ് സാറിൻ്റെയും അനി മേഡത്തിൻ്റെയും വീടാണിത്. സോ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ ഒരു വീട് പുതിയതായിട്ട് നിർമ്മിക്കാൻ പോകുന്നുണ്ടെങ്കിൽ, ഒരു വില്ല പണിയാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വീടിനെ റെനോവേറ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ മിനിമൽ ഡിസൈനിൽ മെറ്റൽ ഗേറ്റ് ആണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഈ ഒരു മെയിൻ ഭാഗം നെറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും സിമ്പിളായിട്ട് ഈ ഡോർ ഇങ്ങനെ തുറക്കാൻ പറ്റും. ഈ വില്ലയുടെ മുറ്റത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് റൂഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ സൺഷെയ്ഡ് ആൻഡ് ഈ കാർ പാർക്കിങ്ങിൽ നിന്ന് എക്സ്റ്റൻഷൻ ചെയ്തിട്ട്, സോ ഇവിടെ മഴ കൊള്ളാതെയൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബ് പ്ലേസ് ആണ്. ഇവിടെ ഒരു സ്ഥലപരിമിതി ഉണ്ടെങ്കിലും ഇവിടെ സുഖമായിട്ട് നമുക്കൊരു കാർ പാർക്ക് ചെയ്യാനും പറ്റും. കുറച്ച് 2 വീലേഴ്സും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണല്ലേ ഈ ലൈറ്റ് കളർ ആൻഡ് ഡാർക്ക് കളർ കോമ്പിനേഷൻ. അത് തന്നെയാണ് ഇവിടെ. സോ ഈ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വളരെ അട്രാക്റ്റീവ് ആൻഡ് പ്രീമിയം ലുക്കാണ് ഈ ഒരു വില്ലയ്ക്ക് തരുന്നത്. ഈ കാർ പോർച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ്. വെളിച്ചം കിട്ടുന്നതിൻ്റെ ഒപ്പം ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്ന രീതിയിലാണ് ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വില്ലയുടെ പ്രത്യേകത കണ്ടോ, ഇൻറ്റീരിയർ ഡിസൈനിങ് ഈ പുറത്തുള്ള സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. റൂഫിങ് തന്നെ വളരെ മനോഹരമായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. തേക്കിൻ്റെ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഡോറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്മാർട്ട് ലോക്കാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് ഓപ്പൺ ചെയ്യാം, പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ സ്പെഷ്യൽ ആക്സസറീസ് കണക്ട് ചെയ്യുവാണെങ്കിൽ റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. മെയിൻ ഡോറിലൂടെ കടന്നു വരുന്നത് നമ്മുടെ ഈ ഒരു ഹാളിലേക്കാണ്. ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലാണ് ലിവിങ് റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിൽ ഡൈനിങ് ഹാള്, പിന്നെ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസും ഉണ്ട്. ഈ ഒരു വുഡൻ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ നമ്മൾ ഈ ഹാളിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്ലസൻറ്റ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ സീലിംഗ് വർക്കിൻ്റെ പ്രത്യേകത വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഈ പ്രൊഫൈൽ ലൈറ്റുകൾ L ഷേപ്പിൽ ചെയ്തിട്ടുള്ളത് വളരെ അട്രാക്റ്റീവും നല്ല ലൈറ്റ് കണ്ടീഷനും ഇവിടെ തരുന്നുണ്ട്. ഇതാണ് ഈ വില്ലയുടെ ലിവിങ് റൂം. ഇവിടെ വലിയൊരു TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ ഒരു വെറൈറ്റി ബുക്ക് ഷെൽഫ്, അതൊരു ട്രീ ഷേപ്പിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ബുക്ക് ഷെൽഫാണെന്ന് തോന്നുന്നതേ ഇല്ല. ഇവിടെ ഗസ്റ്റിന് വന്നിരിക്കാനും TV കാണാനും ബുക്സ് വായിക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് സ്പേസ് മാക്സിമം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്പേസ് അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റിയും ദിവാങ്ങോട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് റൂമിനെ സ്പെഷ്യലാക്കുന്ന ഒരു കാര്യമാണ് ഈ മറ്റ് ഡിസൈനിലുള്ള റൂഫ്. ഇത് ഒരു മോഡേൺ ആൻഡ് ട്രഡീഷണൽ ഡിസൈനിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഈ ഹാളിൻ്റെ ഇടതു ഭാഗത്താണ് ഡൈനിങ് സ്പേസ് ഉള്ളത്. അതിനോട് ചേർന്ന് തന്നെയാണ് കിച്ചണും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു ഭാഗമായതുകൊണ്ട് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു പാനൽ വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ കുറച്ച് ആർട്ട് വർക്കുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിലെ പ്രൊഫൈൽ ലൈറ്റ് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയ ആണ്. കാരണം ഇവിടെ നല്ല ലൈറ്റും കിട്ടും. ഈ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു ഭാഗമായതുകൊണ്ട് ഈ ഒരു സ്റ്റെയർ കേസ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭാഗം പോലും വെറുതെ ഒഴിച്ചിട്ടിട്ടില്ല. എല്ലായിടത്തും വളരെ ശ്രദ്ധയോടെ ഡിസൈനുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നവരെ ഒരുപാട് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെ കണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ലൈറ്റ് തരാൻ വേണ്ടി മാത്രമല്ല ഇവിടെ ലൈറ്റ് വെച്ചിട്ടുള്ളത്, വീടിനെ വളരെ മനോഹരമാക്കുന്ന എലമെൻറ്റ്സ് ആണ് ഇതെല്ലാം. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സെറ്റി സാധാരണ സെറ്റി അല്ല, ഇത് കൺവേർട്ടബിൾ ആണ്. നമുക്കിതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ബെഡാക്കി മാറ്റാം. ഞാൻ കാണിച്ചു തരാം.
ഈ ഒരു ബെഡ്റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു വാൾ സ്റ്റിക്കർ. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ വാൾ സ്റ്റിക്കറാണെന്നൊന്നും തോന്നത്തില്ല, ഒരു പെയിൻറ്റിങ് ആണെന്നേ തോന്നുള്ളൂ. പക്ഷേ ഈ റൂമിന് വളരെയധികം മാച്ചിങ് ആയിട്ടുണ്ട്. പിന്നെ ഈ റൂമിലും മറ്റു റൂമുകളിലെ പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയും തരുന്നുണ്ട്, നല്ല വെളിച്ചവും ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂമാണ്. ഇതിൻ്റെ ബാത്റൂം നമുക്കറിയാം വളരെ ചെറുതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ പ്രത്യേകത കാരണം വളരെ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ ഗ്ലാസ് സെപ്പറേഷൻ ഉണ്ട്, യൂറോപ്യൻ ക്ലോസറ്റ്, ദെൻ വാഷ് ബേസിൻ വരെ വിത്ത് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു സ്പേസിന് നല്ലൊരു ലൈറ്റ് ഫീലും തരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫ്ലോറിലെ മറ്റൊരു റൂമാണ്. ഇവിടുത്തെ ഓരോ റൂമും ഓരോ ഡിഫറെൻറ്റ് ഡിസൈനിലും കളറിലുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു ഓഫീസ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓഫീസിലെ മിനി ഓഫീസ് ഡെസ്ക് വളരെ പ്രൊഫഷണൽ ഫീലാണ് തരുന്നത്. ഈ ഒരു കോർണറിൽ വേണമെങ്കിൽ ഒരു ഫ്ലവർ വേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് വെക്കാം. പക്ഷേ അതിന് പകരം ഈ ഒരു കളർ കോമ്പിനേഷനിൽ വൈറ്റ് കളർ ലൈറ്റ്സ് വളരെ അട്രാക്റ്റീവാണ്. ഈ ഒരു വർക്കിനോട് സിമിലർ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കബോർഡിനും സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ബാത്റൂമിൽ നിന്ന് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. പക്ഷേ ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ അവിടെ നിന്ന് എൻറ്റയർലി ഡിഫറെൻറ്റ് കളറാണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷൻ. ഇവിടെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗ്ലാസ് സെപ്പറേഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കൺസീൽഡ് യൂറോപ്യൻ ക്ലോസറ്റും നല്ലൊരു വാഷ് ബേസിനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ക്യൂട്ടായിട്ടുള്ള ബെഡ്റൂമാണ്. കാരണം ഇവിടെ 2 വിൻഡോസ് ഉണ്ട്. അതുമാത്രമല്ല ഫുൾ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ക്യൂട്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷേ ഈ റൂം ഇത്ര ഉള്ളെങ്കിലും ഇതിൻ്റെ ബാത്റൂം വളരെ വലുതാണ് ആൻഡ് നല്ല അടിപൊളി കളറിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു വാൾഡ്രോബാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്പെഷ്യൽ സംഭവം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാണിച്ചുതരാം. ഇതാണ് നമുക്ക് ഡ്രസ്സ് അയൺ ചെയ്യാനുള്ള ഒരു അടിപൊളി കോമ്പാക്ട് ഐറ്റം. സോ നമുക്കിതിനെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അയൺ ചെയ്യാനൊക്കെ പോസിബിൾ ആണ്. ഇതിൻ്റെ പ്ലഗ് കണക്ഷനും കാര്യങ്ങളൊക്കെ എൻ്റെ തൊട്ടടിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ റൂമാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ കുറവും തോന്നില്ല. ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ സ്ലൈഡ് ചെയ്ത് അകത്തേക്ക് വെച്ച ശേഷം നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്യാം. എന്ത് രസകരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ വൈകുന്നേരം സമയങ്ങളിലും രാവിലെയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ആഹാ അടിപൊളി. ഈ ഒരു ബാൽക്കണിയുടെ പ്രത്യേകത ശ്രദ്ധിച്ചോ, ഇവിടെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ. ഇവിടെയും പ്രൊഫൈൽ ലൈറ്റുകളാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴും നല്ലൊരു ഫീൽ കിട്ടും. അതുകൂടാതെ നമ്മൾ താഴെ റോഡിൽ നിന്നുകൊണ്ട് ഈ വീടിനെ നോക്കി കാണുമ്പോൾ ഈ പ്രൊഫൈൽ ലൈറ്റ്സ് വളരെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റും. സോ ഈ ഒരു ഏരിയ ഒരു ബ്ലാങ്ക് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. സോ ഇതാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഒരുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ടെന്ന് പറയാൻ കാരണം. മറ്റൊരു പ്രത്യേകത, ഈ ഒരു ബാൽക്കണി അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് ഇവിടെ ഇരുന്നാലും നമുക്ക് നല്ല പ്രൈവസി ഫീൽ ചെയ്യും. കാരണം റോഡിലൂടെ പോകുന്നവർക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെ കാണാൻ സാധിക്കില്ല. സോ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് പ്രൈവസി നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് കുട്ടികളുടെ ഒപ്പം സംസാരിച്ചിരിക്കാനും കളിക്കാനും ഒക്കെ ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു ബാൽക്കണി ഏരിയ. ഇവിടെ സ്റ്റീൽ ആൻഡ് ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിവിടെ വിഷൻ മറയുന്നില്ല. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനും സാധിക്കും. എന്നാൽ ഇവിടെ വേണ്ടതായിട്ടുള്ള പ്രൊട്ടക്ഷനും സേഫ്റ്റിയും കിട്ടും. പിന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ഗ്ലാസും സ്റ്റീലും ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഇതിന് കിട്ടുന്നുണ്ട്.
ഒരു ഡൈനിങ് ഏരിയയുടെ ലിമിറ്റഡ് സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ 2 ചെയറും പിന്നെ ഇവിടെ ഒരു ചെയറും ഇട്ടതിന് ശേഷം ഓപ്പോസിറ്റ് വാൾ സൈഡിൽ അവിടെ ഒരു ബെഞ്ച് ടൈപ്പ് അറേഞ്ച്മെൻ്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് താഴെ കുറച്ച് കബോർഡുകളും ഉള്ളത് കൊണ്ട് ആ ഒരു അണ്ടർ സ്പേസ് യൂട്ടിലിറ്റിയും ഇവിടെ വളരെ എഫക്റ്റീവാണ്. ഈ കിച്ചണേയും ഡൈനിങ് ഏരിയനെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ഐഡിയയാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 3 ബാർ സ്റ്റൂൾ ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ആ ചെറി കളർ കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു കിച്ചണിലും കൊടുത്തിട്ടുള്ളത്. ഈ കബോർഡുകളൊക്കെ ആ ഒരു ഡാർക്ക് കളറിലും ഇടയ്ക്ക് നല്ല വൈറ്റ് ഷെയ്ഡും വന്നിട്ടുള്ളത് കൊണ്ട് ആ ഒരു മിക്സിങ് വളരെ എലഗൻറ്റ് ലുക്ക് ഒരു കിച്ചണ് തരുന്നുണ്ട്. ഇവിടെ മാക്സിമം ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കിച്ചണിൽ നിന്ന് തന്നെ ഡൈനിങ്ങിലേക്ക് നല്ലൊരു വിസിബിലിറ്റി ഉണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഒരു പ്രൊഫൈൽ ലൈറ്റിംഗ് വൈറ്റ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ലൈറ്റ് കണ്ടീഷൻ ആവശ്യമുള്ളൊരു സ്ഥലമാണ് കിച്ചൺ. സോ അത് ഇവിടെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നമ്മുടെ ഹാളിൽ നിന്ന് ഡയറക്റ്റ് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ കയറാൻ പറ്റുന്നൊരു റൂമാണ്. ഇവിടെ വളരെ നല്ലൊരു ഡിഫറെൻറ്റ് ഫീലിലുള്ള ഒരു ഇൻറ്റീരിയർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ട റൂമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ഒരു വാളും ഇതിൻ്റെ ഒരു വാൾ സ്റ്റിക്കറും ഡിസൈനും ഈ ഒരു ബെഡിനോട് ചേർന്നിട്ടുള്ള പാനൽ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇവിടെയും ഒരു മനോഹരമായ വാൾഡ്രോപ്പ് ഉണ്ട്. ഇവിടുത്തെ കളറിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള മറ്റു റൂമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെയും വാൾഡ്രോപ്പ് വെച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ സീലിംഗ് വളരെ മനോഹരമാക്കുന്നത് ഇവിടുത്തെ പ്രൊഫൈൽ ലൈറ്റ് ആണ്. ഇവിടെ 2 വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ ആ ഒരു സൺലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കും. മാസ്റ്റർ ബെഡ്റൂം ആയതുകൊണ്ട് ഈ ഒരു ബെഡ്റൂമിന് വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വളരെ പ്രത്യേകതയുള്ള വളരെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഈ ഒരു ഡാർക്ക് കളറിലുള്ള ഡിസൈനും വൈറ്റ് വാഷ് ബേസിനും ഇങ്ങനെയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ ഏരിയയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂമിലേക്കുള്ള ഡോറ്. ഈ ബാത്റൂമിൻ്റെ അകത്ത് ഗ്ലാസ് ഡോറും യൂറോപ്യൻ ക്ലോസറ്റും മാത്രമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റുള്ള ബെഡ്റൂംസിലുള്ള ബാത്റൂമിൽ ഈ എല്ലാ കാര്യങ്ങളും ബാത്റൂമിൻ്റെ അകത്ത് തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ട്രിവാൻഡ്രത്തെ മേജർ ഇൻറ്റീരിയർ ഡെക്കറേറ്റേഴ്സ്, കൺസ്ട്രക്ഷൻ കമ്പനി, അങ്ങനെ ഒരു 3-4 പേര്, അതുപോലെ തന്നെ നമ്മുടെ TJ കൺസ്ട്രക്ഷൻ സാബു, നമ്മുടെ ഒരു റിലേറ്റീവ് റെഫർ ചെയ്താണ് ഒരാൾ, റെഫർ ചെയ്താൽ സാബു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ വൈഫാണത് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തെ കണ്ടുപിടിച്ച് നമ്മളെല്ലാവരുടെ നിന്നും അവരുടെ കോട്ടും അതുപോലെ തന്നെ അവരുടെ സ്കോപ്പ് ഓഫ് വർക്കെല്ലാം എടുത്തു തന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഇംപ്രസ്ഡ് ആയ സാബുവിൻ്റെ ഒരു എന്ന് പറയുന്നത് നമുക്ക് അപ്രോച്ചബിളാണ്. നമ്മുടെ മനസ്സിലുള്ള എന്താണെങ്കിലും അത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന ഒരാളാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാബു ഒരു 1 സ്റ്റോപ്പ് സൊല്യൂഷനാണ്. നമുക്കിപ്പോൾ ഇൻറ്റീരിയർ ഡെക്കറേഷൻ, അതുപോലെ തന്നെ പ്ലംബിങ്, ഇലക്ട്രിക്, സ്ട്രക്ചറൽ വർക്ക്, അതുപോലെ എന്ത് കാര്യം ഒരു വീടിനെ സംബന്ധിച്ച്, ലാൻഡ്സ്കേപ്പിംഗ്, വീടിനെ സംബന്ധിച്ച് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്കൊരാളുണ്ട്. വേറെ നമ്മൾ ഒരു പുറത്ത് വേറൊരു കോട്ട് എടുക്കുമ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആൾക്കാരാണ്, അത് സെപ്പറേറ്റ് കോഡ്സ് ആണ്, എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇൻറ്റഗ്രേഷൻ ഇത് പലപ്പോഴും ഇമ്പോസിബിൾ ആയിട്ട് വരാറുണ്ട്. അത് രണ്ടാമത്തെ കാര്യം. കളറിൻ്റെ സെലക്ഷൻ ആണെങ്കിലും ഫർണിച്ചറിൻ്റെ സെലക്ഷൻ ആണെങ്കിലും എപ്പോഴും വാട്സപ്പിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഞങ്ങളോട്. അതുമാത്രമല്ല, ഇതൊരു 5-6 മാസത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫാമിലി മെമ്പറെ പോലുള്ള ഒരാൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വിൽ വെരി ഡിഫിക്കൽട്ട്. എസ്പെഷ്യലി നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് തന്നെ താമസിക്കാത്ത ഒരാളിനെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷനും അണ്ടർസ്റ്റാൻഡിങ്ങും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സാബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ സീംലെസ് ആയിട്ടും വളരെ സ്മൂത്ത് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. പിന്നെ അവൈലബിലിറ്റിയാണ്. ഞങ്ങൾ ഡേ ആൻഡ് നൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഇവിടെയും നമ്മളുടെ US തമ്മിൽ. അപ്പോൾ ഏത് സമയം വിളിച്ചാലും
സാബു അവൈലബിൾ ആണ്. അതാണ് എനിക്ക് ഏറ്റവും പിന്നെ അതുകൂടാതെ വൺസ് നമ്മൾ ഈ കോട്ടൊക്കെ കമ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സാബുവിൻ്റെ വർക്ക് ഞാൻ സാബും കൂടെ വേറെ 2 സ്ഥലത്ത് പോയി സാബുവിൻ്റെ വർക്ക് നമ്മൾ കണ്ടു. പിന്നെ ടെസ്റ്റ് മോഡൽ കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ സാബുവിനോട് പറഞ്ഞു, സാബു എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ഈ റേഞ്ചിലുള്ളതാണ്, ഈ ബ്രാക്കറ്റിലാണ്. അപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാബു ഒരു കുഴപ്പമില്ല, നമുക്കത് വർക്ക് ചെയ്യാം, രാജീവേട്ട കുഴപ്പമില്ല. സോ അറ്റ് മൊമെൻറ്റ് ഇറ്റ് സെൽഫ് ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ സോണർ എന്നുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഞങ്ങളൊരു ബ്രദർലി റിലേഷനിലാണ് ഞങ്ങൾ പോയി. പറ്റില്ല എന്ന് പറയില്ല ഒരു കാര്യം. വെരി ഇംപ്രസ്ഡ് ആൻഡ് വിത്ത് മൈ ഹോൾ ഹാർട്ടഡ് ഐ വിൽ റെക്കമെൻഡ് ടു എനിവൺ. അതെ, സാബുവിനെ ശരിക്കും സാബുവിനെ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണടയ്ക്കാതെ ഞാൻ പറയാം, സാബുവിൻ്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി നെവർ ബി. നിങ്ങളൊരു പുതിയ വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഴയ വീടിനെ റിനോവേറ്റ് ചെയ്ത് പുത്തൻ വീടാക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിലും TJ കൺസ്ട്രക്ഷനെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലോട്ട് റെഡിയാക്കി തറക്കല്ലിടുന്നത് മുതൽ വീട് പണിത് കംപ്ലീറ്റ് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക് ചെയ്ത് നിങ്ങളുടെ വീടിൻ്റെ കീ നിങ്ങളുടെ കയ്യിൽ തരുന്നത് വരെയുള്ള വർക്ക് വളരെ വിശ്വസ്തമായിട്ട് ചെയ്തു തരാൻ കേപ്പബിൾ ആയിട്ടുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് TJ കൺസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് പുതിയ ഡിസൈൻസുകൾ നിങ്ങൾക്ക് അറിയാനും കാണാനും വേണ്ടി TJ കൺസ്ട്രക്ഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്